ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കാൽവരി ക്രൂസിൽ യഥാർത്ഥത്തിൽ എന്താണ് അക്ഷരികമായി നടന്നത്? യേശു ക്രൂസിൽ 3 ആണികളാൽ ക്രൂശിക്കപ്പെട്ട് മരിച്ചു എന്ന് നമ്മൾ വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അക്ഷരികമായി എന്താണ് നടന്നത് എന്ന് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്താലുള്ള ബലഹീനത മൂലം ന്യായപ്രമാണത്തിന് ചെയ്യുവാൻ സാധ്യമല്ലായിരുന്നത് ദൈവം സാധ്യമാക്കി. അവിടുന്ന് സ്വന്തം പുത്രനെ പാപിയായ മനുഷ്യൻ്റെ സാദൃശ്യത്തിൽ പാപപരിഹാരമായി അയച്ച് പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ചില ഡീപ്പായ കാര്യമാണ്. ന്യായപ്രമാണത്തിന് ജഡത്തിൻ്റെ ബലഹീനത മൂലം ന്യായപ്രമാണം പറയുന്ന കാര്യങ്ങൾ മനുഷ്യന് പൂർണ്ണമായി അനുസരിക്കാൻ കഴിയാഞ്ഞതുകൊണ്ട് സ്വന്തം പുത്രനെ പാപിയായ മനുഷ്യൻ്റെ സാദൃശ്യത്തിൽ പാപപരിഹാരമായി അയച്ച് പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ചില ആഴമുള്ള ഒരു വിഷയമാണ്. യേശുവിൻ്റെ പിതാവ് ദൈവം, ആദിപിതാവിൻ്റെ ദൈവവും ദൈവം. ആദിപിതാവ് എന്ന് പറഞ്ഞാൽ ആദം. ശാസ്ത്രീയമായൊരു വശമാണ് പറയുന്നത്. സാധാരണയെല്ലാം മനുഷ്യൻ്റെ ശരീരത്തിൽ 46 ക്രോമസോമുകളാണ് ഉള്ളത്. എന്നാൽ ഈ യേശുവിൻ്റെയും ആദത്തിൻ്റെയും രക്തത്തിൽ 23 വീതം ക്രോമസോമുകളെ ഉള്ളൂ. ഈ 23 ക്രോമസോം എന്തിനാണെന്ന് ചോദിച്ചാൽ, യേശുവിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന 23 ക്രോമസോം അത് മറിയത്തിൻ്റെ ശരീരത്തിൽ നിന്ന് എടുത്തതാണ്. പുരുഷനും സ്ത്രീയുമായി ഒരു ശാരീരിക ബന്ധത്തിൽ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ പുരുഷനിൽ നിന്ന് 23 ക്രോമസോമും സ്ത്രീയിൽ നിന്ന് 23 ക്രോമസോമും ആ ജനിക്കുന്ന കുഞ്ഞിലേക്ക് അവൻ്റെ രക്തത്തിലുണ്ടാവും. 23 46. എന്നാൽ യേശുവിനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ, അല്ലെങ്കിൽ ഭൂമിയിലേക്ക് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിക്ക് വേണ്ടി വന്നപ്പോൾ, പാപം ചെയ്യുന്ന മനുഷ്യൻ്റെ ശരീരത്തിൽ വസിക്കുന്ന പൈശാചിക ശക്തിയെ അതിൻ്റെ ഇരിപ്പിടങ്ങളിൽ തകർക്കേണ്ടതിനാണ് യേശു മനുഷ്യനായിട്ട് വന്നത്. യേശു മനുഷ്യനായിട്ട് വന്നപ്പോൾ മറിയത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ജഡമെടുത്തു. ജഡം മറിയത്തിൻ്റെ ശരീരത്തിൽ നിന്ന് എടുത്തത് കൊണ്ട് മറിയത്തിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന 23 ക്രോമസോമാണ് യേശുവിൻ്റെ രക്തത്തിലുണ്ടായിരുന്നത്. ബാക്കി ഭൂമിയിലുള്ള സകല മനുഷ്യൻ്റെയും രക്തത്തിൽ 46 ക്രോമസോമാണ് ഉള്ളത്. 23 സ്ത്രീയിൽ നിന്നും 23 പുരുഷനിൽ നിന്നും വന്നിട്ടാണ് എല്ലാ മനുഷ്യൻ്റെയും രക്തത്തിൽ 46 ക്രോമസോം ഉള്ളത്. ഇനി ഏത് മനുഷ്യൻ്റെയും ഈ 46 ക്രോമസോമുള്ള ഏത് മനുഷ്യനും ഒരു മുറിവുണ്ടായാൽ വളരെ പെട്ടെന്ന് രക്തം കട്ടയാകും, ക്ലോട്ടാകും. അങ്ങനെയാണ് ഈ 46 ക്രോമസോമുകളുള്ള രക്തത്തിനെ ദൈവം സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ 23 ക്രോമസോമുകളുള്ള ശരീരത്തിൽ മുറിവുണ്ടായാൽ ഒരിക്കലും ബ്ലഡ് നിൽക്കില്ല, ബ്ലഡ് കോട്ടാവില്ല. ഇതൊന്നും സാത്താനോ മനുഷ്യൻ്റെ ബുദ്ധിക്കോ മനസ്സിലാകുന്ന കാര്യമല്ല. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. അതുകൊണ്ട് എന്തു വേണ്ടി 46 ക്രോമസോമുള്ള രക്തമുള്ള മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ, അതായത് 46 ക്രോമസോമിൽ ഉള്ള മനുഷ്യൻ്റെ ശരീരത്ത് മുറിവുണ്ടായാൽ ബ്ലഡ് കോട്ടായി കട്ടയായി അകത്ത് നിൽക്കും എന്നതിനാൽ പിശാചിന് അധികാരം നിൽക്കുന്നത് കൊണ്ട് ആ അധികാരത്തെ തകർക്കാൻ കട്ടയാകാത്ത, ക്ലോട്ട് ചെയ്യാത്ത രക്തവുമായി യേശു ഭൂമി വന്നു. സാധാരണ മനുഷ്യനൊക്കെ മരിക്കുമ്പോൾ എങ്ങനെ മരിച്ചാലും കുറേ അധികം രക്തം അവൻ്റെ ശരീരത്തിൽ നിൽക്കും. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അതുകൊണ്ടാണ് മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ മനുഷ്യൻ്റെ അസ്ഥികൾക്കകത്തുള്ള യൗവന തേജസ്സിനകത്ത് അല്ലെങ്കിൽ മജ്ജയ്ക്കകത്ത് പൈശാചി ശക്തി കുടികൊള്ളുന്നതും കല്ലറെ പോയി കെട്ടിപ്പിടിച്ച് അവൻ്റെ കൂട്ടത്തിൽ കിടക്കുന്നതും. അപ്പോൾ ഇവിടെ യേശുവിൻ്റെ അവസാനത്തെ
രക്തവും അവസാനത്തെ തുള്ളി രക്തവും ചിന്തിയാൽ മാത്രമേ ഈ പിശാചിനെ പുറത്താക്കാൻ കഴിയുള്ളൂ. ഈ മറിയത്തിൽ നിന്നെടുത്ത ശരീരമായതുകൊണ്ട് മറിയവും ആദത്തിൻ്റെ ഹൗവയുടെ സന്തതി ജനിച്ച ആളായതുകൊണ്ട് ഈ പൈശാചിക പാപം അധികാരം അവിടെ കിടക്കുന്നത് കൊണ്ട് മറിയത്തിൽ നിന്നെടുത്ത ജഡത്തിലൂടെ യേശുവിൻ്റെ ജഡത്തിലും ഈ പാപം കൊണ്ടുവന്നിട്ട് യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് അവസാനത്തുള്ളി രക്തവും പുറത്താക്കുമ്പോൾ പിശാചിന് പിന്നെ ആ ശരീരത്തിൽ അവകാശമില്ല. തന്നെയല്ല, യേശു പാപം ചെയ്തിട്ടുമില്ല. അപ്പോൾ ഈ ക്ലോട്ടാകാൻ പാടില്ലാത്ത ഒരു രക്തത്തിനെ ദൈവം കൊണ്ടുവന്നു. നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളിങ്ങനെ മനസ്സിലാക്കണം, യഹൂദന്മാരെ യേശുവിനെ ക്രൂശിച്ചെന്നുള്ളതാണ് അക്ഷരികമായി നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ദൈവിക പദ്ധതി ദൈവം തന്നെ നടപ്പാക്കിയതാണ്. നമ്മളതിനെ ആ വശത്ത് നിന്ന് നോക്കുമ്പോഴാണ് ഇതെല്ലാം ഇവന്മാരെ കൊണ്ട് ചെയ്യിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇവന്മാരിനകത്ത് പെട്ടുപോയതാണ്. സത്യത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി തന്നെയായിരുന്നു. അത് തന്നെയല്ല, യേശുവിനെ ക്രൂശിൽ മരിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു പ്രത്യേക ആംഗിളിൽ തൂങ്ങിക്കിടന്നാലേ ശരീരത്തിലെ അവസാനത്തുള്ളി രക്തവും പുറത്തു വരുവുള്ളായിരുന്നു. യേശുവിനെ പിലാത്തോസിൻ്റെ കൊട്ടാരത്തിൽ ശിക്ഷ വിധിക്കുമ്പോൾ സാധാരണ ന്യായപ്രമാണം പറയുന്നത് ഒരുത്തനെ കമത്തി കിടത്തി 39 അടി കോല് വെച്ച് പുറത്ത് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. ന്യായപ്രമാണം അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ യേശുവിന് കൊടുത്തത് ചമ്മട്ടി വെച്ച് 39 അടിയാണ്. അത് പിലാത്തോസിൻ്റെ കൊട്ടാരത്തിലെ കൽഭീമുകളിൽ കെട്ടിത്തൂക്കിയിട്ട് അടിച്ചത്. ഇത് അടിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ചമ്മട്ടിയും ചാട്ടയും കോലും എല്ലാം വെവ്വേറെ സാധനങ്ങളാണ്. ചാട്ടയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാളക്കെട്ടൊക്കെ അടിക്കുന്നത് പോലെ ഒരു കമ്പിൻ്റെ അറ്റത്ത് ഒരു കയറുള്ള ഒരു പ്രത്യേക തരം ഒരു സിംഗിളായ ഒരു ഉപകരണമാണ്. ചമ്മട്ടി എന്ന് പറഞ്ഞാൽ 1 മീറ്റർ നീളമുള്ള പിടിയിൽ 2 മീറ്റർ നീളമുള്ള 12ഓളം തുകൽ ബെൽറ്റുകൾ, ലെതർ ബെൽറ്റുകൾ പിടിപ്പിച്ച കുപ്പിച്ചില്ല്, ഈയക്കട്ടകൾ, മീൻമുള്ളുകൾ ഉൾപ്പെടെ ആണികൾ ഉൾപ്പെടെ കൂർത്തുമൂർത്ത ആയുധങ്ങൾ പിടിപ്പിച്ചിരിക്കുന്ന ഒരു ഉപകരണമാണ് ചമ്മട്ടി. ഇതെല്ലാവർക്കും അടിക്കാൻ പറ്റത്തില്ല. നല്ല പ്രാക്ടീസ് ഉള്ളവർക്ക് അടിക്കാൻ പറ്റുള്ളൂ. നോക്കി അടിച്ചില്ലേ അവനവൻ്റെ ശരീരത്തിൽ ചുറ്റും. നമ്മുടെ അരയ്ക്കുള്ള ബെൽറ്റൊക്കെ 1.5 മീറ്ററാണ് നീളം. ഈ ബെൽറ്റിൻ്റെ നീളം 2 മീറ്ററാണ്. അതായത് ഇങ്ങനെ വലിച്ചടിച്ചാൽ ഇങ്ങനെ ശരീരത്ത് വട്ടം ചുറ്റും. ഇങ്ങനെ വട്ടം ചുറ്റുമ്പോൾ ഈ ആണിയും ഈയക്കട്ടകളും കൂർത്തുമൂർത്ത മുള്ളുകളുമൊക്കെ ശരീരത്ത് കൊണ്ടുകയറും. അങ്ങനെ കൊണ്ടുകയറുമ്പം ഒരൊറ്റ വലി വലിച്ചാൽ ശരീരം ചെതറിപ്പോവും, മാംസം. അപ്പോൾ യേശുവിനെ പരിപൂർണ്ണ നഗ്നനാക്കി പിലാത്തോസിൻ്റെ കൊട്ടാരത്തിലെ കൽഭീമുകളിൽ കെട്ടിത്തൂക്കിയിട്ട് അടിച്ചപ്പോൾ മനുഷ്യൻ പാപം ചെയ്യുന്ന സകല അവയവങ്ങളും യേശുവിൻ്റെ ശരീരത്ത് തകർത്തു. സകല അവയവങ്ങളിലും രക്തമുണ്ടായിരുന്നത് മുഴുവൻ പുറത്തു വന്നു. പുറമുഴവു ചാലുകൾ പോലെ കീറി പുറത്തൂടെ രക്തമൊഴുകി. തലയിലേക്ക് മുൾമുടി വെച്ച് 1.5 ഇഞ്ചിലധികം നീളമുള്ള 2 ഇഞ്ചിലധികം നീളമുള്ള മുള്ളുകൾ തലയിലേക്ക് കുത്തിയിറക്കി തലയിൽ നിന്ന് രക്തം വെളിച്ചടിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ടും പിന്നെയും രക്തം ബാലൻസ് നിൽപ്പുണ്ട്. തല കൊണ്ട് ചെയ്യുന്ന പാപത്തിന് പരിഹാരം, മനുഷ്യൻ ചെയ്യുന്നതിന് പരിഹാരം, പുറം കൊണ്ട് ചെയ്യുന്നതിന് പരിഹാരം, ശരീരം മുഴുവൻ ചെയ്യുന്നതിന് സകലമാന സ്ഥലത്തുനിന്നും അവൻ്റെ താടി വലിച്ചു പറിച്ചു, മീശ വലിച്ചു പറിച്ചു, പുരുകം വലിച്ചു പറിച്ചു, ചെയ്യാവുന്ന ദ്രോഹം മുഴുവൻ യേശുവിനിട്ട് ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് കാൽവരി കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ കയ്യിൽ ആണി അടിച്ചത് ഒന്നാമത് നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ഒരു സായിപ്പിനെ പോലെ ഒരു കോമള രൂപനല്ല യേശു. യേശുവിനെ കാൽവരിയിൽ അടിച്ചത് കൈയുടെ ഈ ഉള്ളംകൈയിലല്ല ആണി അടിച്ചത്. കട്ടിൽ ബോൾട്ട് പോലത്തെ ആണി അടിച്ചത് ഇവിടെയാണ്, ഈ മണിബന്ധത്തിൽ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോക്ടർമാർ പൾസ് പിടിച്ച് നോക്കുന്ന ഈ സ്ഥലത്ത് ഈ കൈക്കകത്ത് 2 അസ്ഥിയാണ്. ഇത് 2 അസ്ഥിയുടെയും കൂടെ നടുക്കാണ് ഈ ആത്മഹത്യയൊക്കെ ചെയ്യുന്നവർ കണ്ടിച്ചു വിടുന്ന ഈ മെയിൻ ഞരമ്പ്. ഈ മെയിൻ ഞരമ്പ് മുറിയത്തക്ക വണ്ണം ഈ മെയിൻ ഞരമ്പിലൂടെയാണ് ഈ കട്ടിൽ ബോൾട്ടിൻ്റെ വലിപ്പമുള്ള ആണി അപ്പുറത്തേക്ക് കടന്നു പോയത്. ഇത് കടന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഈ മെയിൻ ഞരമ്പ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിവിടെ വെച്ച് മുറിച്ചത്. ഇവിടെ ആണി അടിച്ചത്. ഇവിടെയല്ല ആണി അടിച്ചത്. ഇവിടെ ആണി അടിച്ചാൽ ഏതാണ്ട് 75-80 കിലോ തൂക്കമുള്ള ഈ മനുഷ്യൻ, ഈ യേശു 2-3 മണിക്കൂർ അവിടെ കിടന്ന് പിടയ്ക്കുമ്പോൾ ഈ അസ്ഥിയുടെ ഇടവഴി ഇതങ്ങ് കീറി താഴെ പോകും. അതുകൊണ്ട് ഇവിടെ അടിച്ചു. ഇവിടെ ഒരിക്കലും വിട്ടുപോകുകയില്ല. ഈ ഞരമ്പ് കട്ട് ചെയ്ത് കളഞ്ഞു. അതുപോലെ ഇവിടെ ഈ ഞരമ്പ് കട്ട് ചെയ്ത് കളഞ്ഞു. ഈ 2 ഞരമ്പുകൾ കട്ട് ചെയ്തപ്പോൾ ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രധാന ഞരമ്പുകൾ 2ഉം കട്ടായി. പിന്നെ കാലുകളുടെ പാദവും കുഴയും കൂടെ ചേരുന്ന ഈ ഭാഗത്തൂടെ വെച്ചപ്പോൾ കുതിഞരമ്പ് കട്ട് ചെയ്ത് കളഞ്ഞു. കുതിഞരമ്പെന്ന് പറഞ്ഞാൽ ഈ ഹൃദയത്തിൽ നിന്ന് ഏറ്റവും അധികം രക്തം പമ്പ് ചെയ്ത് വരുന്ന ഒരു ഞരമ്പാണ്. അപ്പോൾ 2 കാലിൻ്റെ കുതിഞരമ്പുകൾ ആണി കൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞു. 2 കൈയുടെയും പ്രധാന ധമനികൾ കട്ട് ചെയ്ത് കളഞ്ഞു.
അതിനുശേഷം ഇതിൻ്റെ ചരിത്ര പുസ്തകങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ ജെറൂസലേം ടൗണിൽ നിന്ന് ഒരു 3 കിലോമീറ്ററോളം അപ്പുറത്തുള്ള സ്ഥലത്ത് ഈ കുരിശിൽ കിടന്ന് മരണവെപ്രാളത്തിൽ ശ്വാസം വലിക്കുന്നതിൻ്റെ അലറിച്ച 3 കിലോമീറ്റർ ദൂരെ താഴ്വാരത്തിൽ കേൾക്കാമായിരുന്നതാണ് ചരിത്രം പറയുന്നത്. പുസ്തകത്തിൽ അതൊന്നും അത്ര കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ 3 മണിക്കൂർ നേരം മരണവെപ്രാളമെടുത്ത് ഈ ശരീരം മുഴുവൻ മുന്നോട്ടും പുറകോട്ടും എല്ലാം വലിഞ്ഞ് കയ്യിൽ ഉയരും, ശ്വാസം താഴുമ്പോൾ കയ്യിൽ ശ്വാസം മുട്ടുകയും, ഇങ്ങനെ ശരീരം താഴുമ്പോൾ ഈ അസ്ഥികൾ ഇങ്ങനെ ചേരുന്നത് കൊണ്ട് ലങ്സിൽ ശ്വാസം കിട്ടാതിരിക്കുകയും, പിന്നീട് അതിനുവേണ്ടി കുതിച്ചു പൊങ്ങുകയും ചെയ്യുമ്പോൾ ഈ മുറിവുകളിൽ നിന്ന് രക്തം പമ്പ് ചെയ്ത് മുഴുവൻ പോയി. ഇങ്ങനെ മുഴുവൻ പോകണം എന്നതായിരുന്നു സ്വർഗീയ പദ്ധതി. ഈ മുറിവിൽ രക്തം ക്ലോട്ടാകാതിരിക്കണമെങ്കിൽ 23 ക്രോമസോം ഉള്ള രക്തമേ പറ്റൂ. അപ്പോൾ യേശു ഭൂമി വന്നപ്പോൾ 23 ക്രോമസോം ഉള്ള രക്തമായിട്ടാണ് യേശു വന്നത്. 46 ക്രോമസോം ഉള്ള മനുഷ്യൻ്റെ രക്തമായിട്ടല്ല വന്നത്. ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് ഈ എല്ലാ ഞരമ്പുകളിലും ഉണ്ടായിരുന്ന അവസാന തുള്ളി വരെ പമ്പ് ചെയ്ത് പുറത്തു പോയിട്ടാണ് 3 മണിക്കൂർ കഴിഞ്ഞ് യേശു മരിക്കുന്നത്. യേശു മരിക്കുമ്പോൾ ഈ മരിക്കുന്ന സമയം കൂടെ പറയാം. രാവിലെ വ്യാഴാഴ്ച രാത്രിയിൽ യേശുവിനെ പിടിച്ചു. രാത്രിയിൽ കോടതി കൂടെ എല്ലാം കൊണ്ടു നടന്നു. നേരം വെളുത്തപ്പത്തേനും തീരുമാനമായി. വെള്ളിയാഴ്ച കഴിഞ്ഞ് ശനിയാഴ്ച സബത്താണ്. വെള്ളിയാഴ്ച രാത്രിയിൽ 6 മണി തൊട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് രാവിലെ തന്നെ തീരുമാനമാക്കി 9 മണിയായപ്പോൾ, നമ്മുടെ ഇവിടുത്തെ കണക്കാണ് പറയുന്നത്, 9 മണിയായപ്പോൾ യേശുവിനെ ക്രൂശിൽ തറച്ച് ഉയർത്തി. 12 മണി വരെ അവതിൽ കിടന്ന് മരണവെപ്രാളം എടുത്തു. അവസാനത്തുള്ളി രക്തം വരെ പമ്പ് ചെയ്ത് വെളിയിൽ പോയി. അതിനുശേഷം 12 മണിയായപ്പോൾ യേശു മരിച്ചു. പിതാവിൻ്റെ കയ്യിലോട്ട് ജീവൻ കൊടുത്തു, പ്രാണനെ വിട്ടു. അല്ലെ, ആത്മാവിനെ കൊടുത്തു, പ്രാണനെ വിട്ടു. പിന്നീടുള്ള 3 മണിക്കൂർ, അതായത് ഉച്ചയ്ക്ക് 12 മുതൽ 3 മണി വരെ ഇരുട്ടായിപ്പോയി. കൂരിരുട്ടായിപ്പോയി. 3 മണി കഴിഞ്ഞപ്പോൾ അരമത്തിക്കാരനായ ജോസഫും വേറൊരുത്തനോട് പിലാത്തോസിൻ്റെ അടുത്ത് എന്ന് ചോദിച്ചപ്പം ഇത്രയും പെട്ടെന്ന് യേശു മരിച്ചോ എന്ന് ചോദിച്ചു. മരിച്ചെങ്കിൽ പെട്ടെന്ന് ബോഡി കൊടുത്തേക്കാൻ പറഞ്ഞു. പട്ടാളക്കാർ വന്ന് കുത്തി. ഒരു തുള്ളി രക്തവും പിന്നെ ഒരല്പം വെള്ളവും വന്നു. അതായത് ശരീരത്തിൽ ബാലൻസ് ഒന്നുമില്ല. പിശാചിൻ്റെ പിടി കംപ്ലീറ്റ് തകർത്ത് കളഞ്ഞു. അങ്ങനെ തകർത്ത് യേശുവിൻ്റെ ശരീരം ഇറക്കി കൊണ്ടുപോയി അരമത്യക്കാരൻ ജോസഫ് മേടിച്ചിട്ടിരുന്ന കല്ലറയെ കൊണ്ട് വെച്ചു. അപ്പോൾ കല്ലറ കൊണ്ട് വെക്കുന്നത് വൈകുന്നേരം 6 മണിക്ക് ഇപ്പുറമാണ്. അതായത് വെള്ളിയാഴ്ച രാവിലെ ഉച്ചയ്ക്ക് 12 മണിക്ക് മരിച്ച യേശുവിൻ്റെ ബോഡി അന്ന് തന്നെ വൈകിട്ട് 6 മണിക്കുള്ളിൽ, കാരണം 6 മണി തൊട്ട് യഹൂദൻ്റെ ഈ സബത്ത് തുടങ്ങുന്ന സമയമായതുകൊണ്ട് അതിന് മുമ്പ് അവരിത് പെട്ടെന്ന് കൊണ്ട് അടക്കി. ഈ 6 മണി മുതൽ ഞായറാഴ്ച വെളുപ്പിനെ 3 മണി വരെ ഉള്ളതിനിടയ്ക്ക് ഏതാണ്ട് 33 മുതൽ 36 മണിക്കൂറിനിടയ്ക്കാണ് യേശുവിൻ്റെ ശരീരം കല്ലറയ്ക്കകത്തിരുന്നത്. ഈ 24 മണിക്കൂർ വെച്ച് 3 ദിവസമല്ല അവിടെ ഇരുന്നത്. ദിവസ കണക്ക് പറയുമ്പോൾ ഒരു ദിവസം വൈകുന്നേരം 6 മുതൽ 12 വരെയുള്ള 6 മണിക്കൂറും പിറ്റേ ദിവസത്തെ 24 മണിക്കൂറും അതിനുശേഷം വന്ന ഒരു 3-4 മണിക്കൂറും, എങ്ങനെ കണക്കൂട്ടിയാലും ഒരു 33 മുതൽ 36 വരെ മണിക്കൂർ സമയമാണ് യേശുവിൻ്റെ ശരീരം ഈ കല്ലറയ്ക്കകത്തിരുന്നത്. ആ സമയം കൊണ്ട് ആത്മാവിൽ പാതാളത്തിൽ പോയി തകർത്തു വാരി പാതാളത്തിൻ്റെ മേൽ ജയമെടുത്ത് തിരിച്ചു വന്ന് ഈ ശരീരത്തിൽ ഉയർത്തിട്ടാണ്, അല്ലെങ്കിൽ തിരിച്ചു വന്ന് ഉയർത്തിട്ടാണ് കല്ലറയ്ക്ക് വെളി വന്നത്. ഈ സമയത്ത് നടന്ന അത്ഭുതമായ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ, ഈ ശരീരത്തിൽ ഇതൊക്കെ അനുഭവിക്കുമ്പോൾ യേശു തീവ്ര വേദനയും അനുഭവിച്ചിട്ടുണ്ട്. യേശു നിലവിളിച്ചു എന്നൊക്കെ ബൈബിളിൽ പല സ്ഥലത്തും കിടക്കുന്നുണ്ട്. അത് സങ്കീർത്തനത്തിലും ഒക്കെ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിനപ്പുറത്ത് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവവചനത്തിലുള്ളതല്ല, അത് ദുരുപദേശമാണ്, അത് വേറെന്തോ ഉദ്ദേശത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും ഘോരമായ അവസ്ഥകളിലൂടെ ബലിയാഗമായി തീർന്ന ദൈവപുത്രൻ എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ പറയട്ടെ, നാളെ നമുക്കുണ്ടോ എന്ന് അറിയില്ല. ഇന്ന് എൻ്റെ ജീവൻ പാതാളത്തിലെത്താതിരിക്കാൻ ഞാൻ എന്തു ചെയ്യണം? ഈ വിഷയങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ശക്തിയോടെ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചപ്പോൾ ഇത്ര ഒന്നും പറഞ്ഞില്ലെങ്കിലും അവർ പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം കർത്താവും രക്ഷകനുമായി തീർത്തിരിക്കുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് ചോദിച്ചു, ഞങ്ങൾ എന്തു ചെയ്യണം? നിങ്ങൾ ഓരോരുത്തരും നിർജീവ പ്രവർത്തികളിൽ നിന്ന് മാനസാന്തരപ്പെട്ട് നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെടും, പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ, നിങ്ങൾ ആദിയിൽ ആദത്തിനെയും ഔവയെയും ഉണ്ടാക്കിയപ്പോൾ
അവൻ്റെ ഉള്ളിലേക്ക് ജീവശ്വാസം കയറ്റിയപ്പോൾ അവൻ ജീവാത്മാവായി മാറിയതുപോലെ നിങ്ങളും ജീവാത്മാവായി മാറും. അങ്ങനെ ജീവാത്മാവായി മാറുന്നവൻ, വചനം റോമാലേഖനം 8-ാം അധ്യായം പറയുന്നു, അങ്ങനെ യേശു ക്രിസ്തുവിലുള്ളവർക്ക് ശിക്ഷാവധിയില്ല. അവർ ജീവൻ്റെ പ്രമാണത്തിൽ ദൈവത്തിലേക്ക് കടന്നു പോകും. ഈ അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ, പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ശ്രമിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ നല്ല ദൈവമേ, ഈ വചനഭാഗത്തെ ലോകം മുഴുവൻ എത്തിക്കണമേ. കർത്താവെ, ഭാഷകൾക്ക് അതീതമായി അനേകർക്ക് ഇത് അനുഗ്രഹമായി മാറണമേ. അനേകർ ഈ വചനം കേട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേരുവാൻ ദൈവം സഹായിക്കണമേ. കർത്താവെ, അതൊരു വലിയ അനുഗ്രഹമായി മാറണമേ. പിശാചിൻ്റെ ബന്ധനം എല്ലാവരുടെയും, എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അവർ അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവം സഹായിക്കണമേ. അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുത അടയാളങ്ങൾ ദൈവം കാണിക്കണമേ. ഈ ദിവസങ്ങളിൽ വചനത്തെ ഉറപ്പിക്കുവാൻ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യണമേ. രക്ഷിക്കപ്പെടുന്നവരെ അനുദിനം ദൈവത്തിൻ്റെ സഭയോട് പരിശുദ്ധാത്മാവ് ചേർത്തതുപോലെ ചേർക്കുവാൻ ദൈവം ഇടയാക്കണമേ. ലോകം മുഴുവനിലേക്ക് തീയായി ഇത് പടരണമേ. ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ വചനത്തിന് മുമ്പേ പോകണമേ. എല്ലാം യോഗ്യമായി ചെയ്യുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നന്ദി പറയുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.